Welcome back to Study Literature. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വർക്ക് എന്നുള്ളത് ദ സ്റ്റോറി ഓഫ് ആൻ ഹവർ ബൈ കെയ്റ്റ് ചോപ്പിൻ എന്ന വർക്കാണ്. സോ ഈ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു വർക്കിൽ പറയുന്നുള്ള കാര്യം എന്നുള്ളത് ദ സ്റ്റോറി ഓഫ് ആൻ ഹവർ ബൈ കെയ്റ്റ് ചോപ്പിൻ എന്ന് പറയുന്നത് ലൂയിസ് മലാഡ് എന്ന വുമൺ ട്രഡീഷണൽ വിക്ടോറിയൻ മാരേജിലെ ലൂയിസ് മലാഡ് എന്ന വുമണിനെ പറ്റിയിട്ടുള്ള സ്റ്റോറിയാണ്. ഈ ഒരു സ്റ്റോറിയിൽ അവൾ എന്ത് ചെയ്യുന്നുണ്ട്, അവളുടെ ഹസ്ബൻഡ് ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു എന്ന ന്യൂസ് അവൾക്ക് ലഭിക്കുന്നുണ്ട്. അതിനുശേഷം അവൾക്കുണ്ടാവുന്ന ആ ഒരു ദുഃഖം എന്നുള്ളത് എങ്ങനെയാണ് കുറയുന്നതെന്ന് വെച്ചാൽ, അവൾക്ക് ഫ്യൂച്ചറിലുള്ള ഫ്രീഡം ഓപ്പർച്യൂണിറ്റി ഒക്കെ കാണുന്ന സമയത്ത് അവൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവളുടെ ദുഃഖമൊക്കെ മാറുന്നുണ്ട്. ആ ഒരു സമയത്തുള്ള വുമൺ എന്നുള്ളത് സബ്ജക്റ്റ് ടു മെയിൽ അതോറിറ്റി ആൻഡ് ഡോമിനൻസ്. ഈ ഒരു സ്റ്റോറിയിൽ ആ ഒരു വുമണിനെ ഷോ ചെയ്യുന്നുള്ളത് അവളുടെ തോട്ട്സ് എന്നുള്ളത് ആർ കൗണ്ടർ ടു ദിസ് ഐഡിയ. അവൾ എന്ത് ചെയ്യുന്നുണ്ട്, അവളുടെ ആ ഭർത്താവിൻ്റെ പെട്ടെന്നുള്ള മരണത്തിന് ശേഷം അവൾക്ക് ഇൻഡിപെൻഡൻസ് ആണ് ലഭിക്കുന്നുള്ളത്. ദ പോസിറ്റീവ് ഫീലിംഗ് ഷീ ഹാസ് റിഗാർഡിങ് ഹെർ ഫ്യൂച്ചർ അലോൺ. അവളുടെ ആ ഒരു ഭാവിയിലുള്ള ഒറ്റക്കുള്ള കാര്യം എന്നുള്ളത് അവൾ അതിൽ പോസിറ്റീവ് കണ്ടെത്താണ്. ഡിസ്ക്രൈബ്ഡ് ആസ് എ മോൺസ്ട്രസ് ജോയ്. ഭീകരമായ ഒരു സന്തോഷമാണ് അവൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ളത്. ഫ്യൂച്ചറിൽ അലോൺ ആയിട്ടുള്ള കാര്യത്തെ പറ്റിയിട്ട് അവൾ ഭീകരമായ സന്തോഷം എന്നാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ളത്. അവളുടെ ഭർത്താവിൻ്റെ ആ ഒരു പെട്ടെന്നുള്ള മരണം എന്നുള്ളത് അവൾ ആദ്യം സങ്കടപ്പെട്ടുവെങ്കിലും പിന്നീട് അവൾ മനസ്സിലാക്കുന്നുള്ളത് ട്രഡീഷണൽ മാരേജ് എക്സ്പെക്റ്റേഷൻ നിന്നുള്ള ഫ്രീ ആണ് പിന്നീട് അവൾ മനസ്സിലാക്കുന്നുള്ളത്. അങ്ങനെ അവളുടെ ഫ്യൂച്ചറിലേക്കുള്ള സഡൻ ഹോപ്പൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്ങനെ ഇരുന്നാലും ഒരു ട്വിസ്റ്റാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാകുന്നത്. ബ്രൻലി എന്ത് ചെയ്യുന്നുണ്ട്, അലൈവായിട്ട് റിവീൽ ചെയ്യുകയും ലൂയിസാണ് ഈ ഒരു ഷോക്ക് കാരണമായിട്ട് മരിക്കുകയും ചെയ്യുന്നുള്ളത്. ട്രഡീഷണൽ വിക്ടോറിയൻ മാരേജിൽ പറയുന്നുള്ളത് ഒരു ഐഡിയൽ വുമൺ എന്ത് ചെയ്യണം, ഒരു സെൽഫ് സാക്രിഫൈസിങ് വൈഫും മദറുമായിട്ടാണ് ഇൻസിസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷേ ചോപ്പിൻസ് സ്റ്റോറി റിജക്റ്റ് ചെയ്യുന്നുള്ളത് ആ ബ്രൻലീൻ്റെ ഡെത്ത് എന്നുള്ളത് ലൂയിസിന് ആ ഒരു ഡെത്ത് മൊമെൻ്റ് എന്നുള്ളത് ഒരു വിമോചനമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. സജസ്റ്റിംഗ് ദാറ്റ് ദ വിക്ടോറിയൻ മോഡൽ ഓഫ് മാരേജ് ഈസ് എ റിപ്രസീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അടിച്ചമർത്തലാണ് ഈ ഒരു വിക്ടോറിയൻ മോഡൽ ഓഫ് മാരേജ് എന്നുള്ളത്. ദാറ്റ് പ്രിവെൻറ്റ്സ് വുമൺ ഫ്രം അച്ചീവിങ് സെൽഫ് ആക്ച്വലൈസേഷൻ. വുമണിനെ സെൽഫ് ആക്ച്വലൈസേഷൻ അച്ചീവ് ചെയ്യുന്നതിൽ നിന്നും ഈ ഒരു വിക്ടോറിയൻ മോഡൽ ഓഫ് മാരേജ് തടയുകയാണ് ചെയ്യുന്നുള്ളത്. ആ ഒരു സമയത്ത് ഈ ഒരു വർക്ക് എന്നുള്ളത് കോൺട്രവേഴ്ഷ്യൽ അതുകൊണ്ട് തന്നെ സെവറൽ മാഗസിൻസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ദ സെഞ്ച്വറി വോഗൊക്കെ ഈ ഒരു വർക്കിനെ റിജക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ചോപ്പിന് മറ്റ് റൈറ്റിങ്സിലൊക്കെ സക്സസ് ആയതോടുകൂടി ഈ ഒരു വോഗിലൊക്കെ അഗ്രി ചെയ്യുകയും ഈ ഒരു സ്റ്റോറി വോഗിലൊക്കെ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഇറ്റ് ഹാസ് സിൻസ് ബിക്കം വൺ ഓഫ് ചോപ്പിൻസ് മോസ്റ്റ് വെൽ നോൺ വർക്കാണ്. ഈ ഒരു റെയിൽവേ ആക്സിഡൻറ്റിൽ ബ്രൻലി മലാഡ് മരിച്ച ആ ഒരു കാര്യം എന്നുള്ളത് ആ ഒരു ന്യൂസ് ലൂയിസ് എന്ന ആ ഒരു വൈഫിന് ഡെലിവേർഡ് ചെയ്യാണ്. ലൂയിസ് എന്ന് പറയുന്നത് ഹേർട്ട് കണ്ടീഷനിലൂടെ പോവാണ്. ദോസ് അറൗണ്ട് ഹെർ വറി ദാറ്റ് ദ ന്യൂസ് ഓഫ് ബ്രൻലീസ് ഡെത്ത് വിൽ ഇമ്പാക്ട് ഹെർ ഡെലിക്കേറ്റ് ഹെൽത്ത്. ബ്രൻലീസ് ഫ്രണ്ട് റിച്ചാർഡാണ് ഫസ്റ്റ് ആ ഒരു വിവരം അറിഞ്ഞിട്ട് ടെലിഗ്രാമിലൂടെ അറിയുന്നത്. അതിനുശേഷം ലൂയിസിൻ്റെ സിസ്റ്ററാണ് ലൂയിസിനോടൊക്കെ ഈ ഒരു കാര്യം പറയുന്നുള്ളത്. ലൂയിസ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വീപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ അവളുടെ സിസ്റ്റേഴ്സിൻ്റെ ആമിലേക്ക് ത്രോ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ശേഷം അവളുടെ ആ ഒരു സ്റ്റോം ഓഫ് ഗ്രീഫ് എൻഡ് ചെയ്യാണ്. ലൂയിസ് എന്ത് ചെയ്യുന്നുണ്ട് വെച്ചാൽ റൂമിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. അവൾ ആ ഒരു ആം ചെയറിൽ ഇരുന്നിട്ട് വിൻഡോ തുറന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അവൾ ഫ്ലവറിങ് ആയിട്ടുള്ള ഒരു ട്രീ കാണുകയും അവിടെ അവൾ ഒരു ന്യൂ ലൈഫും അതുപോലെ തന്നെ സിംഗിങ് സംവൺ എക്കോസൊക്കെ അവൾ കേൾക്കുകയും ദൂരത്ത് നിന്ന് ആരോ പാട്ട് പാടുന്നതിൻ്റെ എക്കോസൊക്കെ അവൾ കേൾക്കുകയും അതുപോലെ തന്നെ ന്യൂ ലൈഫ് ട്രീസിൻ്റെ ആ ഒരു ഫ്ലവറിങ് എന്നുള്ളത് ഒരു ന്യൂ ലൈഫായിട്ട് അവൾ നോട്ടീസ് ചെയ്യുകയും ചെയ്യാണ്. ലൂയിസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ളത് യങ് ആൻഡ് ഫയർ
with a face that suggests she possesses a certain strength. എങ്ങനെ ഇരുന്നാലും അവൾ ആ ഒരു കസേരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ വിൻഡോയിലൂടെ നോക്കുകയാണ്. എന്നിട്ട് അവളുടെ മൈൻഡാണെങ്കിൽ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. അവൾ എന്തിനൊക്കെ വേണ്ടി കാത്തിരിക്കുകയാണ്, പക്ഷെ അതൊന്നും നടക്കും തോന്നില്ല. സ്ലോലി ഷീ റിയലൈസസ് അവളുടെ ഹസ്ബൻഡ് മരിച്ചിട്ടുണ്ട്, അത് കാരണമായിട്ട് അവൾക്ക് ഫ്രീഡം ലഭിക്കുന്നുണ്ട് എന്നൊക്കെ അവൾ സ്ലോലി ചിന്തിക്കുകയാണ്. ഈ ഒരു ഹസ്ബൻഡിൻ്റെ ഡെത്ത് എന്നുള്ളത് അവൾ മോൺസ്ട്രസ് ജോയി ആയിട്ട് വിചാരിക്കാന്ന്. ലൂയിസ് വിചാരിക്കുന്ന അവളെ ഹസ്ബൻഡ് നല്ല രീതിയിൽ അവളെ സ്നേഹിക്കുകയും അവളോട് നല്ല രീതിയിലൊക്കെ ആയിരുന്നു അവൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ തന്നെ. പക്ഷേ അവൾക്ക് ഹസ്ബൻഡിനോടുള്ള സ്നേഹം എന്നുള്ളത് ഒക്കേഷണൽ റാദർ ദാൻ കോൺസ്റ്റൻ്റ് ആയിരുന്നു. ലൂയിസിൻ്റെ സിസ്റ്ററിനാണെങ്കിൽ ലൂയിസിൻ്റെ ഹെൽത്തും സേഫ്റ്റിയൊക്കെ പേടിച്ചിട്ട് അവളിങ്ങനെ അപേക്ഷിക്കുന്നുണ്ട് ഡോർ തുറക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ലൂയിസ് അവളോട് പോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നുള്ളത്. അങ്ങനെ ആ ഒരു ലൂയിസ് പറയുന്നത് ഇങ്ങനെ ന്യൂ ഫോൺ ഫ്രീഡത്തെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവൾക്കൊരു ഹോപ്പ് ഉണ്ടാവാന്ന്, ഒരു ലോങ് ലൈഫ് നയിക്കാൻ പറ്റുന്നുള്ള ആ ഒരു ഹോപ്പൊക്കെ അവൾക്ക് ഉണ്ടാവാണ്. അങ്ങനെ ആ ഒരു സിസ്റ്ററിൻ്റെ ഒരുപാട് സമയത്ത് ഇങ്ങനെ ആജ്ഞ കാരണം അവൾ റൂം തുറക്കുകയാണ്. അപ്പോൾ അവളുടെ ആ ഒരു കണ്ണിൽ ഒരു ട്രിംബ് അതുപോലെ തന്നെ സന്തോഷമൊക്കെ കാണുകയാണ്. എങ്ങനെ ഇരുന്നാലും ബ്രൻലി മലാഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ജീവനോടെ നല്ല സുഖത്തോടെ ആ ഒരു വീട്ടിലെത്തിയിരിക്കുകയാണ്. ഈ ഒരു കാഴ്ച ലൂയിസ് കാണാണ്. അങ്ങനെ ഈ ലൂയിസിൻ്റെ ഈ ഒരു വ്യൂ എന്നുള്ളത് ബ്രൻലി തൻ്റെ ഹസ്ബൻഡിനെ കാണുന്ന ആ ഒരു കാഴ്ചയിൽ പെട്ടെന്ന് ഡൈസ് ഓൺ ദ സ്പോട്ട് പെട്ടെന്ന് മരിക്കുകയാണ് ലൂയിസ്. ഡോക്ടേഴ്സ് ഈ ഒരു മരണത്തെ പറ്റി പറയുന്നുള്ളത് ഹേർട്ട് ഡിസീസിലേക്കുള്ള ഒരു ഡെത്താണ്. പെട്ടെന്നുള്ള ആ ഒരു ഡെത്തിനെ പറ്റിയിട്ട് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. ഡിസ്ക്രൈബിങ് ദ ഷോക്ക് ഓഫ് സീയിങ് ബ്രൻലി, ആ ബ്രൻലിനെ കാണുന്ന ആ ഒരു ഷോക്ക്, ജീവനോട് കാണുന്ന ആ ഒരു ഷോക്കിനെയാണ് ആ ഡോക്ടേഴ്സ് പറയുന്നുള്ളത്. ആ ഒരു സന്തോഷമാണ് കൊന്നത് എന്നാണ് പറയുന്നുള്ളത് അവളെ. അങ്ങനെ ഹേർട്ട് ഡിസീസിലേക്ക് വന്നുള്ള ഒരു ഡെത്ത് എന്നാണ് ഈ ഒരു മരണത്തെ പറ്റിയിട്ട് ആര് പറയുന്നുള്ളത്, ഡോക്ടർ പറയുന്നുള്ളത്. ഈ ഒരു വർക്കിൻ്റെ മെയിൻ തീം എന്നുള്ളത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് വുമൺ എന്നതാണ് ഈ ഒരു വർക്കിൻ്റെ ഈ ഒരു സ്റ്റോറീൻ്റെ മെയിൻ തീം എന്നുള്ളത്. ഈ ഒരു സ്റ്റോറീൻ്റെ മോറൽ എന്നുള്ളത് ടു അപ്രീസിയേറ്റ് ആൻഡ് ചെറിഷ് ദ ഫ്രീഡം ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് ലൈഫ്. ഈ ഒരു വർക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. മറ്റേതൊക്കെ ടോപ്പിക്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യുക.